ഹലോ ഗായ്സ്, എല്ലാവർക്കും ഷിഫ്കുട്ടി വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഞാൻ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഞങ്ങൾ ഒരു ദിവസം ഗവിയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അത്താടെ എന്തോ ആവശ്യത്തിന് പോയതാണ് അച്ഛൻ്റെ. അപ്പം നമ്മൾ ഗവി പോയപ്പോൾ ഞങ്ങൾ അവിടെ ഒരു കൊച്ചുപമ്പ ടൂറിസം എന്ന് പറയുന്ന ഒരു ഇതിൽ കയറി. അവിടെ കൊട്ടവഞ്ചി, ബോട്ടിംഗ് സർവീസ്, അതുപോലെ തന്നെ പൂക്കൾ, കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ ഓർത്ത് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന്. അപ്പോൾ നമ്മളൊരു ചെറിയ വഴി കൂടെ ഇറങ്ങിപ്പോയപ്പോൾ അവിടെ ഇങ്ങനെ ഉണ്ടോ, ഇതുവഴിയാണ് ബോട്ടിങ് പോകുന്നത്. അതൊക്കെയാണ് കേട്ടോ ബോട്ട്. നമ്മളും ബോട്ടിങ്ങിന് പോവും. നമ്മളിനി കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടേ പോകത്തുള്ളൂ. നമ്മളിങ്ങോട്ട് വന്നതേ ഉള്ളൂ. വേറൊരു ആവശ്യത്തിന് വന്നപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ നമ്മളാണെങ്കിൽ ഇനിയും ഫുഡ് കഴിക്കണം, കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നമ്മളൊരു സ്റ്റെപ്പ് കയറി വന്ന്, ഇതൊക്കെ അവിടുത്തെ കാഴ്ചകളാണ് കേട്ടോ. നല്ല രസമാണ് അവിടെയൊക്കെ കാണാൻ. കാണുന്ന ഇരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ കുറേ പൂക്കളുണ്ട്. ആ കാണുന്നതൊക്കെ ഇരിക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട്, ഇവിടെ താമസിക്കുന്നത്. ഇവിടെ ഹോം സ്റ്റേ ഉണ്ട് കേട്ടോ. അത് ടെൻറ്റിനകത്താണ്. അത് വരുന്നതായിരിക്കും വീഡിയോസൊക്കെ, ടെൻറ്റിൻ്റെ വീഡിയോ ഒക്കെ കാണുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കാശ് ഇതുപോലൊരു നടപ്പാതയൊക്കെ ഉണ്ട്. നമ്മൾ അതിൽ കൂടെ ഒക്കെ നടന്ന് ഇത് ഇങ്ങനെ ഒരു സ്ഥലത്തൊക്കെ വരും. നല്ല രസമാണ് കേട്ടോ ആ സംഭവം കാണാൻ. നിങ്ങൾ തന്നെ കണ്ടില്ലേ, എന്തൊരു ഭംഗിയാണ്. ഗസ് ഇപ്പം ഞാൻ കാണിച്ചില്ല അങ്ങോട്ടൊരു വഴി, അതുവഴിയാണ് നമുക്ക് പോകേണ്ടത്. അത് നമ്മൾ കുറച്ച് കഴിഞ്ഞ് പോകുന്നുള്ളൂ. ഗസ് ഇതൊരു ഹോട്ടലാണ്. അവിടെ എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കുക. ഗസ് ഇപ്പം നമ്മളാണെങ്കിൽ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. നമ്മൾ കൈയൊക്കെ കഴുകി, ഇതാണ് ഒരു ഹോട്ടലിൽ നമുക്ക് എടുത്ത് കഴിക്കാം കേട്ടോ. അങ്ങനെ കേസ് ഞാൻ എടുത്തോട്ടോ. അപ്പം ഞങ്ങൾ മോരുകറി ഉണ്ടായിരുന്നു, സാമ്പാറുണ്ടായിരുന്നു, അവിയലുണ്ടായിരുന്നു, മേക്കോട്ട ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ഫുഡ് ടേസ്റ്റ് വരാം. അതിന് ശേഷം നല്ല സേമിയ പായസം ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് കൈയൊക്കെ കഴുകി മിറർ കണ്ടപ്പോൾ നമ്മൾ അതിനകത്തെ കുറച്ച് എൻ്റെ കുറച്ച് വേലത്തരങ്ങളാണ് ഗൈസ് നിങ്ങൾ കാണുന്നത്. ഇതൊക്കെ ഞാൻ കാണിച്ചായിരുന്നല്ലോ ഗൈസ്. നല്ല രസമാണ് ഇവിടെ. സന്ധ്യക്കത്തെ വ്യൂ ആണ് ഗൈസ്. വ്യൂ എന്ന് പറയുന്നത് പൊള്ളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെ വന്നിരിക്കാൻ. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് വരുന്നത് കണ്ടോ ഗൈസ്. ഞാൻ അങ്ങനെ ഒരു സംഭവത്തിൽ പോയിരുന്നു കേട്ടോ. നല്ല രസമാണ്. ഇങ്ങനെ നമ്മൾ തണലൊക്കെ വരുമ്പോൾ നമുക്ക് കയറി ഇരിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ കയറി ഇരുന്നാണ്. ഇവിടെ അങ്ങോട്ട് നോക്കിയാൽ വെള്ളമാണ്, അതുവരെയാണ് കേട്ടോ ബോട്ടിങ് പോകുന്നത്. ഗൈസ് അത് കണ്ട ഗൈസ്, അവിടെ ഒരു ബോട്ട് പോയിട്ട് വരുവാണ്. മരത്തിൻ്റെ ഇടയിലാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല ഗൈസ്. ഇവിടെ കണ്ട ഗൈസ്, ഞാനൊരു വിചിത്രമായൊരു കുഞ്ഞിച്ചക്ക കണ്ടു. ഇവിടെ ഗാർഡനുണ്ട്. ആ ഗാർഡനാണ്, ഒരു കുഞ്ഞു ഗാർഡനാണ് കേട്ടോ. അവിടെ ഇങ്ങനെ വെയിലൊക്കെ കെട്ടി കുറേ നമുക്ക് ഇനി നമ്മൾ ഇവിടുത്തെ ഹോം സ്റ്റേ, അതായത് ഇവർ താമസിക്കുന്നത് ടെൻറ്റിനകത്താണ്. അപ്പം നമ്മളത് കാണാൻ പോവാണ്. ഹോം സ്റ്റേ നമ്മളിങ്ങനെ നടന്ന് പോകണം. അപ്പം അത് നമ്മളിങ്ങനെ കാണാൻ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ടെൻറ്റിനകത്താണ് താമസിക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ അങ്ങോട്ട് പോവാണ്. കേസ് എല്ലാവരും ഈ സ്ഥലത്ത് വരണം. നല്ല രസമാണ്, നല്ല സൂപ്പറാണ് കേസ്. അതുകൊണ്ട് ആ കാണുന്നതാണ് കേസ് ടെൻറ്റ്. ചെറുത് കണ്ടോ, അതുകൊണ്ട് ഇതുവരെയാണ് കയറിപ്പോണ്ടത്. ഞാൻ ടെൻറ്റ് കണ്ടപ്പോൾ ഓടുമായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഞാൻ ടെൻറ്റ് നേരിട്ട് കാണുന്നത് കേട്ടോ. ടെൻറ്റ് നേരിട്ട് കാണുന്നതിൻ്റെ ഒരു അട്രാക്ഷൻ എല്ലാവർക്കും കാണും കേസ്. ഇതൊരു കുഞ്ഞു വീട് പോലത്തെ സംഭവമാണ് കേട്ടോ. അതിനകത്ത് മൊത്തം ചെലവഴിച്ചെടുക്കാണ് കേസ്. കൊണ്ട് കേസ് ആ കാണുന്നതാണ് കേസ് നമ്മുടെ ടെൻറ്റ്. ഞാനപ്പോൾ ഓടുകയാണ്, അതുകൊണ്ടാണ് ഫോൺ ഷെയ്ക്കാവുന്നത് കണ്ടോ കേസ്. അതുപോലെ തന്നെ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ നടക്കുമ്പോഴൊക്കെ നമ്മുടെ ഫോൺ ഷെയ്ക്കാവും. അപ്പം അതിനെല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. കേസ് ഇതാണ് ടെൻറ്റിൻ്റെ എൻട്രി കേട്ടോ. കയറുന്ന ഒരു കുഞ്ഞു ടെൻറ്റാണ് ഗൈസ്. ഇതുപോലെ കയറിയിട്ട് ഇതാണ് തുറക്കുന്ന സ്ഥലം കേട്ടോ. തുറക്കുന്നത് ഗൈസ്, തുറന്നു കഴിയുമ്പോൾ ഇതാണ് ഗൈസ്, എന്ത് ക്യൂട്ടല്ലേ. 2 കുട്ടിക്കട്ടിലും പിന്നെ 2 കസാരയും പിന്നെ 2 ബെഞ്ചുമാണ് അതിനകത്തുള്ളത്. എന്നിട്ട് അത് പൂട്ടി. ഞങ്ങളത് കാണാൻ വന്നതാണ് കേട്ടോ, കാണാൻ നോക്കിയതാണ് ഗൈസ്. അവിടെ നിന്നാണ്ട് എന്തോ സംഭവമുണ്ട്, ഇങ്ങനെ പുലിയുടെ പടമൊക്കെ വെച്ചിട്ട്. ഇതുപോലെ അങ്ങോട്ട് ടെൻറ്റുകളുണ്ട് കേട്ടോ. ഇതൊന്നും ആ സാധനം കണ്ടോ, നല്ല ഒരു ഇതുമല്ല, ഒരു വീടിൻ്റെ വാതിൽ പോലെ. എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ ഇവിടെയൊക്കെ നിന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇവിടെ ചെറിയൊരു പിള്ളേർക്കത് കളിക്കാൻ പറ്റിയൊരു സ്ഥലമാണെന്ന് തോന്നുന്നു. കണ്ടില്ലേ,
നല്ല രസമുണ്ട് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു ഞങ്ങളിവിടെ വന്നിട്ട്. ഗൈസ് ഇതും വേറൊരു ടെൻറ്റാണ്. ടെൻറ്റിൻ്റെ അടുത്ത് തന്നെ നമുക്ക് നടക്കാനൊക്കെ സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. ഗൈസ് ഞാനും അമ്മച്ചിയും ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുകയാണ്. നമ്മൾ ബോട്ടിങ്ങിന് പോകുന്നുണ്ട്. ബോട്ടെല്ലാം പോയേക്കാണ്. അപ്പം നമ്മൾ ഗൈസ് ഇപ്പം നമ്മൾ ടെൻറ്റിൻ്റെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മളിനിയും ബോട്ടിങ്ങിന് പോകുന്നതാണ് ഗൈസ്. ബോട്ട് ആൾക്കാരെ കൊണ്ട് പോയേക്കുവാണ്. ഇനി തിരിച്ചു വരുമ്പോൾ നമ്മൾ ബോട്ടിങ്ങിന് പോകുന്നതായിരിക്കും ഗൈസ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ബോട്ടിങ്ങിന് പോകുന്നു പറഞ്ഞുകൊണ്ട്. അപ്പം ഞാൻ ബോട്ടിങ്ങിൻ്റെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് കാണാമേ ഗൈസ്. അപ്പം ഞാൻ ബോട്ടിങ്ങിൻ്റെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ടാണ്. ബോട്ടിങ്ങിൻ്റെ കോസ്റ്റ്യൂം എന്ന് പറയാൻ പറ്റില്ല, സാധാരണ ബോട്ടിങ്ങിന് പോകുന്നവർക്ക് എല്ലാവർക്കും കാണുന്നൊരു ഇതാണ്. ഇതിൻ്റെ ജാക്കറ്റ് അല്ലേ. ഗൈസ് അപ്പം ഞാൻ ജാക്കറ്റൊക്കെ ഇട്ട് ബോട്ടിങ്ങിന് പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. അമ്മയാണ് കേട്ടോ ബാക്കിൽ. ഞങ്ങളുടെ ബോട്ടിങ്ങിന് പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. ഇത് സ്പീഡ് ബോട്ടല്ല, നമ്മൾ തുഴഞ്ഞു പോകുന്ന സാധാ ബോട്ടാണ്. കൊട്ടവഞ്ചിയും ഉണ്ട് കേട്ടോ. രണ്ട് ഇതുവഴിയാണ് ഇറങ്ങി പോകുന്നത്. നല്ല രസമാണ്. ഇവിടുത്തെ കണ്ട ഗൈസ്, ഇങ്ങോട്ട് ഇറങ്ങുന്ന സ്ഥലത്ത് കണ്ട ഗൈസ് തൂക്കിയിട്ടേക്കുന്നുണ്ട്. എന്ത് രസം അല്ലേ, നല്ല രസമാണ് കേട്ടോ. തൂക്കിയിട്ടിരിക്കുന്നുണ്ടോ. ഇനി നമ്മൾ ഇതുവഴിയാണ് കേട്ടോ ഇറങ്ങി പോകുന്നത്. അതുകൊണ്ട് ആ നീല ബോട്ടിലാണ് ഗൈസ് നമ്മൾ കയറുന്നത്. ആ തുഴയുന്ന ബോട്ടിലാണ് നമ്മൾ കയറാൻ പോകുന്നത് കേട്ടോ. ഗൈസ് എന്താ നമുക്കിനി അങ്ങോട്ട് പതുക്കെ മുമ്പിൽ പോകുന്നത് മൈ ഡാഡ്, എൻ്റെ അത്തിയാണ് ഗൈസ്. എൻ്റെ ഡാഡാണ് മുമ്പിൽ പോകുന്നത്. ജസ്റ്റ് കുറേ ആൾക്കാരെയും കൊണ്ട് പോയി. ലാസ്റ്റ് ബോട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്തത് കേട്ടോ. നമ്മളെ കൊണ്ടുവന്ന താഴെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത്. അപ്പം കൊണ്ടുവന്നു ജസ്റ്റ് ഡോണ്ട് പ്ലക്ക് ഫ്ലവർ എന്ന്. അപ്പം ഇവിടെ